ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിസിക്സിൻ്റെ കുറച്ച് പോർഷൻസാണ് നമ്മൾ എടുത്തത്. അത് കാണാത്തവർ പോയി കാണണം. അടുത്തത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു ക്ലാസ്സാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന വാക്കുണ്ടായ ലാറ്റിൻ പദം ഏതാണ്? ആറ്റമോസ്. ഇത് SCERT അനുസരിച്ചാണ്. ആറ്റം എന്ന വാക്കുണ്ടായ ലാറ്റിൻ പദം ആറ്റമോസ് ആണ്, ലാറ്റിൻ പദമാണ്. അടുത്തത് ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം NCERT അനുസരിച്ച് അറ്റോമിയോ എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. എന്തനുസരിച്ച്? NCERT അനുസരിച്ചാണിത്. അപ്പം SCERT അനുസരിച്ച് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. NCERT അനുസരിച്ച് ഗ്രീക്ക് പദമായ അറ്റോമിയോ എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഇനി രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ലാവോസിയ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ. അടുത്തത് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ. ഇനി ആറ്റം എന്ന വാക്കിനർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. അടുത്തത് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡ്. അടുത്തത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൽട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൽട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൽട്ടൺ. ഇനി ആറ്റോമിക സിദ്ധാന്തം ആരുടേതാണ്? ജോൺ ഡാൽട്ടൻ്റെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ആറ്റോമിക് സിദ്ധാന്തം ആരുടേതാണ്? ജോൺ ഡാൽട്ടൺ. ആറ്റോമിക് സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇതെല്ലാം ആറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ സവിശേഷതകളാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അടുത്തത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണമുള്ളതും മാസുള്ളവയുമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുള്ളവയുമായിരിക്കും. അടുത്തത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തത് കണാദമുനി. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരാണ്? കണാദമുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചു. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കണാദമുനി. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാരാണ്? കണാദമുനി. പരമാണു സിദ്ധാന്തം കണാദമുനി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇനി വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്?
കണാദമുനി. വൈശേഷിക സൂത്രം കണാദമുനി. വൈശേഷിക സൂത്രം കണാദമുനി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. മറ്റത് പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാരാണ്? ലുക്രീഷ്യസ്. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാരാണ്? ലുക്രീഷ്യസ്. മറ്റത് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയതാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയതാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. 1911. ഇനി 1908 കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? നീൽസ് ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചതാരാണ്? നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ക്വാണ്ടം തിയറിയെയാണ് ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ക്വാണ്ടം തിയറി. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ഇനി 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയതാരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയതാരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ. ഇനി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ. മാറിപ്പോകരുത്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് ആരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ. ഇനി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. ആരാണ്? ജെ തോംസൺ. ഇനി വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതൊക്കെയാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് കേട്ടോ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, PP ഓർത്താൽ മതി. പ്രോട്ടോൺ പോസിറ്റീവ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ന്യൂട്രോണോ ന്യൂട്രൽ ആണ്, അതായത് ചാർജ് ഒന്നും ഇല്ല, നോ ചാർജ്. ന്യൂട്രോൺ നോ ചാർജ്, NN ഓർക്കണം. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഇവയൊക്കെ കണ്ടുപിടിച്ചത് ആരാണെന്ന് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കത് പെൻ RTC എന്ന് ഓർത്ത് വെച്ചാൽ മതി. പെൻ RTC. പ്രോട്ടോൺ ആരാണ്? റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ തോംസൺ, ജെ തോംസൺ. ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പം പെൻ RTC ഓർത്ത് വെക്കണം. റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. പെൻ പ്രോട്ടോൺ, ഇലക്ട്രോൺ, N ന്യൂട്രോൺ. അപ്പം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അതാണ് പെൻ RTC. പ്രോട്ടോൺ, റൂദർഫോർഡ്, ഇലക്ട്രോൺ, തോംസൺ, ന്യൂട്രോൺ, ചാഡ്വിക്. പെൻ RTC ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇനി ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല, ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമി. ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമി. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിന്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ഇനി ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിൽ ഉള്ളിലെ കണങ്ങൾ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അതായത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് നോ ചാർജാണ്, ചാർജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അടുത്തത് ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ ചാർജ്, NN ഓർക്കണം.
ഇനി ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? അത് ന്യൂട്രോൺ ആണ്. ചാർജ് ഇല്ലാത്തതിനാണ് ഭാരം കൂടുതൽ ന്യൂട്രോണിന്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ. അപ്പോൾ ഒരാറ്റത്തിലെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ. ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ്, പ്രോട്ടോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണം. ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. അപ്പോൾ ഭാരം കൂടിയ കണം ഏതാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഇനി ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക് കണങ്ങൾ ഏതാണ്? ഇലക്ട്രോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക് കണം ഏതാണ്? ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഇനി ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിഗൻ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിഗൻ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിഗൻ. ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് മില്ലിഗൻ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്. മില്ലിഗൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരാണ്? ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോണിയാണ് കേട്ടോ. ജോൺ സ്റ്റോണിയാണ് ഇലക്ട്രോണിന് ആ പേര് നൽകിയത്. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണിക സ്വഭാവവും അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ. അതായത് രണ്ട് സ്വഭാവം, ദ്വൈത സ്വഭാവം. ഇലക്ട്രോണുകൾക്ക് തരംഗ സ്വഭാവമുണ്ട്, കണിക സ്വഭാവമുണ്ട്. അതിനെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ എന്നറിയപ്പെടുന്നു. ഇനി ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലിയാണ് കേട്ടോ. അപ്പം ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലി. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് ആരൊക്കെയാണ്? CJ ഡേവിസൺ, LH ജർമർ. CJ ഡേവിസൺ, LH ജർമർ ആണ്. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് CJ ഡേവിസണും LH ജർമറും കൂടിയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ ഏതൊക്കെയാണ്? മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ ഇവയൊക്കെയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ. നമ്മൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മൗലിക കണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും. അതുകൊണ്ട് ന്യൂക്ലിയസിന് ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ ഏതൊക്കെയാണ്? മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ മുതലായവ. ഇനി പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഏതാണ്? പോസിട്രോൺ. നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെ പറ്റി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ചോദ്യം കണ്ടോ? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? പോസിട്രോൺ. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. അതിന് ഇലക്ട്രോണിൻ്റെ അതേ മാസും ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജും ഉള്ളതാണ് പോസിട്രോൺ. അതായത് ഇലക്ട്രോണിൻ്റെ അതേ മാസും ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജും ഉള്ളതാണ്. ഇലക്ട്രോണിൻ്റെ അതേ മാസും ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജും ഉള്ളതാണ് എന്ത്? പോസിട്രോൺ. ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പോൾ ഡിറാക് ആണ്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പോൾ ഡിറാക്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പോൾ ഡിറാക്. ഇനി പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ അറിയപ്പെടുന്നത് ആൻറ്റി പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ ആൻറ്റി പ്രോട്ടോൺ. ന്യൂട്രിനോയെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്?
വുൾഫ് ഗാങ് പോളി. ന്യൂട്രീനോയെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ വുൾഫ് ഗാങ് പോളി. ന്യൂട്രീനോ വുൾഫ് ഗാങ് പോളി. ഇനി ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളോ? ആൻറ്റി ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രോൺ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ. PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. എന്താണ് ആറ്റോമിക് നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? Z. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? Z. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ A. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? A. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് A മൈനസ് Z. ഇതാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം. ഏതാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇനി നോക്കിയേ, ഒരു എലമെൻറ്റിന് നമുക്ക് എങ്ങനെ മാസ് നമ്പറിൻ്റെയും അറ്റോമിക് നമ്പറിൻ്റെ രീതിയിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. X എന്നാണ് ഒരു എലമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പം മുകളിലുള്ളത് മാസ് നമ്പരും താഴെയുള്ളത് അറ്റോമിക് നമ്പറുമാണ്. A to Z. മുകളിലുള്ളത് മാസ് നമ്പർ, താഴെയുള്ളത് അറ്റോമിക് നമ്പർ. അപ്പോൾ മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെയും സമ്മാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ആറ്റോമിക് നമ്പറോ? ആറ്റോമിക് നമ്പർ ഒന്നെങ്കിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂട്രോൺസ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ A മൈനസ് Z. ഇതാണ് ന്യൂട്രോൺസ് കണ്ടെത്തുന്നതിനുള്ള മാർഗം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. നോക്കിക്കേ, കാർബൺ എന്ന എലമെൻറ്റിൻ്റെ നമുക്ക് എങ്ങനെ മാസ് നമ്പറിൻ്റെയും അറ്റോമിക് നമ്പറിൻ്റെയും രീതിയിൽ എഴുതാൻ നോക്കാം. കാർബണിൻ്റെ സിമ്പിൾ ഏതാണ്? C ആണ്. മോളിൽ നൽകുന്നത് മാസ് നമ്പറാണ്, അതായത് പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകളുടെയും കൂടെ എണ്ണമാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് 12. പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണമാണ് എന്ത്? 12. നോക്കിയേ, ആറ്റോമിക് നമ്പർ നോക്കിയേ, അത് പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എത്ര? കാർബണിന് 6 ആറ്റോമിക് നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ മാസ് നമ്പറോ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ നമ്പർ എങ്ങനെ കണ്ടെത്തുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 12 മൈനസ് 6 എന്ന് പറയുന്നത് ഏതാണ്? 6. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. 6 ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് കുറച്ച് ആറ്റം മോഡൽസ് കാണാം. ഒന്നാമതായിട്ട് J.J. തോംസൻ്റെ ആറ്റം മോഡൽ. J.J. തോംസൺസ് ആറ്റം മോഡൽ. അതിൻ്റെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് ആരുടേത്? J.J. തോംസൻ്റെ ആറ്റം മോഡൽ. പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് J.J. തോംസൻ്റെ ആറ്റം മോഡൽ. J.J. തോംസൻ്റെ ആറ്റം മോഡലിന് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടും. ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റേസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? J.J. തോംസൻ്റെ ആറ്റം മോഡലാണ്. അതിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതായി കരുതുന്നു. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതായി കരുതുന്നു. ഇതിൽ പോസിറ്റീവ് ചാർജ് ഒരുപോലെ വിന്യസിച്ചിരിക്കുന്നു. ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കുന്നതിൽ ഈ മാതൃക വിജയിച്ചു. ഇതാണ് J.J. തോംസൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കെമിസ്ട്രി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എഴുതണം. രണ്ടാമത്തെ പാർട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും
മിസ്സാവാതെ പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.